മൂകാംബികയിൽ എത്തിയിട്ട് സൗപർണികയിൽ പോകാണ്ട് എങ്ങനെ തിരിച്ചു വരാൻ പറ്റും? അത് ഓർത്തപ്പോ കൈ കിട്ടിയത് എടുത്ത് വെയിൽ പോലും വക വെക്കാണ്ട് ഒറ്റ നടത്തായിരുന്നു. പുണ്യനദി ആയതുകൊണ്ട് തന്നെ ഇതുവരെ ചെയ്ത പാപങ്ങളൊക്കെ ഇതിൽ മുങ്ങി എലിമിനേറ്റ് ചെയ്തിട്ട് വീണ്ടും റീഫ്രഷ് ആവാലോ എന്ന് മാത്രം. കൊടജാത്രി മലനിരകളിൽ നിന്നും 64ഓളം ഔഷധ ഗുണങ്ങളുള്ള സസ്യങ്ങളുടെ വേരിൽ തട്ടി വരും ഈ വെള്ളത്തിൽ കുളിച്ച ആരോഗ്യത്തിനും ഗുണകരാണെന്ന് കേട്ടു. പിന്നെ ഒന്നും നോക്കിയില്ല, സൗപർണിക അന്വേഷിച്ച ഒറ്റ നടത്താം. ക്ഷേത്രത്തിൽ നിന്ന് കുറച്ചു ദൂരം നടന്നു വേണം സൗപർണികയിൽ എത്താൻ വേണ്ടിയിട്ട്. പോണ വഴിയിലൊക്കെ ഇങ്ങനെ കൊച്ചു കൊച്ചു ക്ഷേത്രങ്ങളും പ്രതിഷ്ഠകളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നടത്തം നമുക്കൊരു ബോറിംഗ് ആയിട്ട് തോന്നുകയില്ല. ഈ സൈഡിൽ കാണുന്ന അമ്പലവും കടന്നു വേണം നമ്മൾ സൗപർണികയിൽ എത്താൻ വേണ്ടി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വരുന്ന വഴികളിലൊക്കെ സൗപർണികയിലേക്ക് ഒഴുകുന്ന ഓരോ ചാലുകൾ കാണാം. ഈ കാണുന്ന സൗപർണികയുടെ ചന്തവും വൃത്തിയും ശുദ്ധിയൊന്നും അല്ല അവിടെ നമുക്ക് കാണാൻ വേണ്ടി. ഓരോ അടി മുന്നോട്ട് വയ്ക്കുമ്പോഴും ഈ കാണുന്ന ചാലുകളൊന്നും ആ നദിയിൽ ചെന്ന് അവസാനിക്കുന്നത് ആവരുതേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടായിരുന്നു ഞങ്ങൾ. ഒന്നും പറയണ്ട, പുഴയിൽ ഇറങ്ങിയ പാടന്നെ ആ കാണുന്ന ചാലുകളും ഈ പുഴയും തമ്മിൽ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ജോയിന്റ് ഉണ്ടെന്ന് നമുക്ക്. ഇനിയിപ്പോൾ രോഗമുക്തി കിട്ടിയില്ലെങ്കിലും വേണ്ടില്ല, പുതിയ രോഗങ്ങളൊന്നും ഉണ്ടാവരുതേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഞങ്ങൾ പുഴയിലേക്ക്. കണ്ടില്ലേ, ഓരോരുത്തർ അണ്ടർവെയറിന്റെ പരസ്യം കാണിച്ചുകൊണ്ട് പുഴയിലേക്ക് നടന്നിറങ്ങുകയാണ്. ചാടി ഇറങ്ങാനുള്ള വെള്ളമൊന്നും അതിലില്ല, അത്രമാത്രം ആഴൊന്നും ഉണ്ടായിരുന്നില്ല ഞങ്ങൾ ചെന്നത്. അധികം ആഴൊന്നും ഇല്ലെങ്കിലും നല്ല രീതിയിൽ വഴിക്ക് വീഴാൻ മാത്രം പാകത്തിനുള്ള ഉരുളങ്കല്ലുകളാണ് ഇതിന്റെ ബേസ് ലെവൽ എന്നുള്ള നഗ്നശക്തി ഞങ്ങൾക്ക് പെട്ടെന്ന് തന്നെ. അതുകൊണ്ട് തന്നെ അവനവന്റെ കൈയിന്റെയും തലേന്റെയും കാലിന്റെയും സേഫ്റ്റി നോക്കിയിട്ടുള്ള സാഹസ്യങ്ങൾക്ക് മാത്രമേ എല്ലാവരും ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്ന് പറയുന്നത് നമ്മൾ മലയാളികളല്ലേ, അതുകൊണ്ട് തന്നെ ഉള്ള സമയം അവിടെ മാക്സിമം എൻജോയ് ചെയ്യാൻ ഞങ്ങൾ. ഈ 6-60 ഒന്നാണെന്ന് പറയുന്നതിന്റെ പൊരുൾ എനിക്ക് അന്നാണ് മനസ്സിലായത്. ചെറുപ്പം മുതലേ നീന്തണ ആളാണ് എന്റെ അമ്മ എന്ന് കേട്ടിട്ടുണ്ടെങ്കിൽ അത് നേരിട്ട് കാണാൻ ഒരു അവസരം ഉണ്ടായത് ഇപ്പോഴാണ്. കുറച്ചുകൂടി വെള്ളം ഉണ്ടായിരുന്നെങ്കിൽ എന്റെ അമ്മ അവിടെ തകർത്ത്. വിശപ്പിന്റെ വിളി വന്നപ്പോൾ അവിടുത്തെ കുളി മതിയാക്കി അവിടെ തൊട്ടടുത്തുള്ള അമ്പലത്തിൽ കയറി തൊഴുത് തിരുമേനി തരുന്ന ചരടും മേടിച്ച് ഞങ്ങൾ നേരെ റൂമിലേക്ക് തന്നെ തിരിച്ചു കടന്നു.